പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവരെയും കൊമേഴ്സ് ട്യൂട്ടർ വീഡിയോസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ക്ലാസ് 11 അക്കൗണ്ടൻസിയിലെ രണ്ടാമത്തെ ചാപ്റ്റർ തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ് ഈ പാഠത്തിൻ്റെ 5ാം ഭാഗത്തേക്കാണ് കിടക്കുന്നത്. പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ആദ്യമായിട്ട് ചർച്ച ചെയ്യുന്നത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സുകളെ കുറിച്ചാണ്. എന്താണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആർ ദ റിട്ടൺ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് യൂണിഫോം അക്കൗണ്ടിങ് റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് ഓർ പ്രാക്ടീസസ് ഫോർ പ്രിപ്പയറിംഗ് യൂണിഫോം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളിലും ഒരേ തരത്തിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ തയ്യാറാക്കേണ്ടതുണ്ട്. നമ്മൾ കാണുകയുണ്ടായി, തയ്യാറാക്കുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ കൂടുതൽ റിലയബിൾ ആകണമെങ്കിൽ, വിശ്വാസയോഗ്യമാകണമെങ്കിൽ, അല്ലെങ്കിൽ അവ കമ്പയറബിൾ ആകണമെങ്കിൽ, താരതമ്യക്ഷമമാകണമെങ്കിൽ ഒരേ രൂപത്തിൽ അല്ലെങ്കിൽ യൂണിഫോമായി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ തയ്യാറാക്കേണ്ടതുണ്ട്. ഈ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അനവധി അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ കോൺസെപ്റ്റ്സ് അക്കൗണ്ടിങ്ങിൽ നിലവിൽ വന്നത്. എന്നാൽ നമുക്കറിയാം, പല അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസും കോൺസെപ്റ്റ്സും കോൺട്രാഡിക്റ്ററിയാണ്. കാലഘട്ടങ്ങൾ കഴിയുമ്പോൾ അവ പലതും മോഡിഫൈ ചെയ്തുകൊണ്ട് പുതിയ തത്വങ്ങൾ ആവിർഭവിക്കുകയും ചെയ്യുന്നുണ്ട്. തന്നെയുമല്ല, ഈ പ്രിൻസിപ്പിൾസ് വളരെ സ്ട്രിക്റ്റായിട്ട് ബിസിനസ് സ്ഥാപനങ്ങൾ നടപ്പിലാക്കുക പ്രായോഗികമായിട്ട് സാധ്യമല്ല. അതുകൊണ്ട് വ്യക്തമായ നിയമങ്ങൾ അല്ലെങ്കിൽ വ്യക്തമായ ചട്ടങ്ങൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ തയ്യാറാക്കുന്നതിന് അനിവാര്യമാണ്. ഈ ഒരു ചിന്തയാണ് എല്ലാ രാജ്യങ്ങളിലും അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകൾ വികസിപ്പിക്കാൻ കാരണമായിട്ടുള്ളത്. ദീസ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആർ ദ റിട്ടൺ സ്റ്റേറ്റ്മെൻറ്റ്സ്. അവ വ്യക്തമായി എഴുതപ്പെട്ട നിയമങ്ങളാണ്, റിട്ടൺ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഓരോ രാജ്യത്തെയും പരമോന്നത അക്കൗണ്ടിംഗ് സമിതികൾ ഡെവലപ്പ് ചെയ്യുന്ന, തയ്യാറാക്കുന്ന വ്യക്തമായ എഴുതപ്പെട്ട നിയമങ്ങളാണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകൾ. ദേ പ്രിസ്ക്രൈബ് യൂണിഫോം അക്കൗണ്ടിംഗ് റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് ഓർ പ്രാക്ടീസസ്. ഒരേ രൂപത്തിലുള്ള, എല്ലാ സ്ഥാപനങ്ങളും അനുവർത്തിക്കേണ്ടതായിട്ടുള്ള ഒരേ രൂപത്തിലുള്ള അക്കൗണ്ടിംഗ് റൂളുകൾ, ഗൈഡ് ലൈൻസ്, മാർഗനിർദ്ദേശങ്ങൾ, പ്രാക്ടീസുകളൊക്കെയാണ് ഈ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സുകൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണതവ? ഫോർ പ്രിപ്പയറിംഗ് യൂണിഫോം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. എല്ലാ സ്ഥാപനങ്ങളും ഒരേ രൂപത്തിൽ, ഒരേ തരത്തിൽ അക്കൗണ്ടിംഗ് സ്റ്റേറ്റ്മെൻറ്റുകൾ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ തയ്യാറാക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരം വ്യക്തമായ നിയമങ്ങൾ ഓരോ രാജ്യത്തും അവിടുത്തെ പരമോന്നത അക്കൗണ്ടിംഗ് സമിതി ഡെവലപ്പ് ചെയ്ത് അവ നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്തരം അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആ രാജ്യത്ത് നിലനിൽക്കുന്ന അക്കൗണ്ടിങ്ങിനെ സംബന്ധിച്ച വ്യക്തമായ നിയമങ്ങളാണ്. അവിടുത്തെ പരമോന്നത അക്കൗണ്ടിംഗ് സമിതി രൂപീകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള, കലാകാരങ്ങളിൽ പരിഷ്കരിച്ച് നിലവിൽ വന്നിട്ടുള്ളവയാണ് ഇത്തരം അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകൾ. വാട്ട് ഈസ് ദ നീഡ് ഫോർ സച്ച് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്? ഇത്തരം അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകളുടെ അനിവാര്യത എന്താണ്? അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ജനറൽ ഗൈഡ് ലൈൻസ് ആയിട്ട് നൽകിയിട്ടുള്ളപ്പോൾ വേറിട്ട ഒരു അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകളുടെ പ്രസക്തി എന്താണ്? വാട്ട് ഈസ് ദ നീഡ് ഫോർ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്? The objective of accounting standards is to bring uniform accounting practices or procedures, to bring uniformity in the accounting procedures. അക്കൗണ്ടിംഗ് നടപടിക്രമങ്ങളിൽ ഏകതാനത കൊണ്ടുവരിക അല്ലെങ്കിൽ യൂണിഫോമിറ്റി കൊണ്ടുവരിക എന്നുള്ളതാണ് ബേസിക്കായിട്ട് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകളുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. It provides a set of standard accounting policies, valuation norms and disclosure requirements. അപ്പോൾ ഈ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകൾ വ്യക്തമായിട്ടുള്ള
മാനദണ്ഡങ്ങൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നു. അക്കൗണ്ടിംഗ് പോളിസീസിനെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ വാല്യുവേഷൻ നോംസ്, ഇപ്പോൾ ഇൻവെൻറ്ററി വാല്യുവേഷൻ പോലെയുള്ള കാര്യങ്ങൾ, സ്റ്റോക്ക് വാല്യുവേഷൻ പോലെയുള്ള കാര്യങ്ങൾ, അത്തരം വാല്യുവേഷൻ നോംസ് മാനദണ്ഡങ്ങൾ നിർദ്ദേശിക്കുന്നു. അതോടൊപ്പം തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളിൽ വെളിപ്പെടുത്തേണ്ട കാര്യങ്ങൾക്ക് വ്യക്തത വരുത്തുന്നു. അപ്പോൾ അവിടെ എന്തൊക്കെ കാര്യങ്ങൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ വെളിപ്പെടുത്തിയിരിക്കണം, ഡിസ്ക്ലോഷർ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയായിരിക്കണം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ സ്റ്റാൻഡേർഡുകൾ നിശ്ചയിക്കുന്നതാണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകളിലൂടെ. സോ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് പ്രൊവൈഡ്സ് എ സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് അക്കൗണ്ടിംഗ് പോളിസീസ്, വാല്യുവേഷൻ നോംസ് ആൻഡ് ഓൾസോ ഡിസ്ക്ലോഷർ റിക്വയർമെൻറ്റ്സ്. Accounting standards helps in improving credibility of accounting data and enhances comparability of financial statements. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകൾ ലക്ഷ്യം വെക്കുന്നത് അക്കൗണ്ടിംഗ് ഡേറ്റയുടെ ക്രെഡിബിലിറ്റി വർദ്ധിപ്പിക്കുക, ഇംപ്രൂവിങ് ദ ക്രെഡിബിലിറ്റി ഓഫ് അക്കൗണ്ടിംഗ് ഡേറ്റ. അക്കൗണ്ടിംഗ് ഡേറ്റയ്ക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു അനിവാര്യ ഗുണമായിട്ട് റിലയബിലിറ്റിയെ നമ്മൾ കാണുകയുണ്ടായി. വിശ്വാസ്യത ഉണ്ടാവണം. അപ്പോൾ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഇത്തരത്തിൽ വിശ്വാസ്യത കൊണ്ടുവന്ന് അക്കൗണ്ടിംഗ് ഡേറ്റയുടെ ക്രെഡിബിലിറ്റി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ആൻഡ് ഓൾസോ എൻഹാൻസസ് കമ്പയറബിലിറ്റി ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ പൊതുവായിട്ടുള്ള മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ തയ്യാറാക്കുന്നതിലൂടെ വിവിധ സ്ഥാപനങ്ങളുടെ അക്കൗണ്ടിംഗ് സ്റ്റേറ്റ്മെൻറ്റുകൾ തമ്മിൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ തമ്മിൽ താരതമ്യം ചെയ്യാൻ കഴിയുന്നു. അപ്പോൾ അക്കൗണ്ടിംഗ് ഡേറ്റയുടെ ക്രെഡിബിലിറ്റി വർദ്ധിപ്പിക്കുകയും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ കമ്പയറബിലിറ്റി ഉറപ്പാക്കുകയും ചെയ്യുന്ന ഒന്നാണ് അക്കൗണ്ടിംഗ് സ്റ്റേറ്റ്മെൻറ്റുകൾ, അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകൾ. ഇൻ ഇന്ത്യ, ദ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആർ ഇഷ്യൂഡ് ബൈ ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്സ് ഓഫ് ഇന്ത്യ. നമുക്കറിയാം, ഇന്ത്യയിലെ പരമോന്നത അക്കൗണ്ടിംഗ് സമിതിയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്സ് ഓഫ് ഇന്ത്യ, ICAI, Institute of Chartered Accountants of India. They set up the Accounting Standards Board on 21st April 1977. അപ്പോൾ വളരെ പണ്ട് മുതൽക്ക് 1977 അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ബോർഡ് എന്ന് പറയുന്ന സമിതി പ്രത്യേകമായിട്ട് രൂപീകരിച്ചുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്സ് ഓഫ് ഇന്ത്യയാണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകൾ ഇഷ്യൂ ചെയ്യുന്നത്. ഇറ്റ്സ് കീ ഒബ്ജക്റ്റീവ് ഇസ് ടു ഫോർമുലേറ്റിംഗ് ദ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്സ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ബോർഡ് ASB ആണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകൾ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം വ്യക്തമായ നിയമങ്ങൾ അല്ലെങ്കിൽ റൂൾസ് കാലാകാലങ്ങളിൽ പരിഷ്കരിക്കുകയും ചിലവ അബോളിഷ് ചെയ്യുക അല്ലെങ്കിൽ കാലഘട്ടപ്പെട്ടവ ഒഴിവാക്കുകയും പുതിയ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകൾ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സുകളെക്കുറിച്ച് വളരെ വിശദമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്സ് ഓഫ് ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള www.icai.org റിസോഴ്സസിൽ അക്കൗണ്ട് സ്റ്റാൻഡേർഡ്സ് എന്നുള്ള ലിങ്കിൽ നിങ്ങൾക്ക് വിശദമായ വിവരങ്ങൾ ലഭ്യമാകുന്നതാണ്. അപ്പോൾ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കേണ്ടവർ തീർച്ചയായിട്ടും ഒരു പ്രൊഫഷണൽ അക്കൗണ്ടൻ്റൊക്കെ ആയിത്തീരാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അവയെക്കുറിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്സ് ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ തന്നെ വിശദമായിട്ട് നൽകിയിട്ടുണ്ട്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിൻ്റെ ക്വിക്ക് റെഫറൻസ് അവിടെ ലഭ്യമാണ്. കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്സ് ഓഫ് ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള www.icai.org സന്ദർശിക്കുക. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക. ഈ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിൻ്റെ ബെനഫിറ്റ്സ് എന്തൊക്കെയാണ് നമ്മൾ അടുത്തായിട്ട് ചർച്ച ചെയ്യുന്നത്. വാട്ട് ആർ ദ ബെനഫിറ്റ്സ് ഓഫ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്? അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഇത്തരം അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നതുകൊണ്ടുള്ള മെച്ചങ്ങൾ, മേന്മകൾ എന്തൊക്കെയാണ്? ഫസ്റ്റ്ലി,
അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഹെൽപ്സ് ഇൻ എലിമിനേറ്റിംഗ് വേരിയേഷൻസ് ഇൻ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെൻറ്റ് ടു പ്രിപ്പയർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ തയ്യാറാക്കുമ്പോൾ വിവിധ ഐറ്റങ്ങൾ പരിഗണിക്കുന്നതിനെ സംബന്ധിച്ച് വ്യത്യസ്ത രീതികൾ ലഭ്യമാണ്. അതിലേത് രീതി പ്രയോജനപ്പെടുത്തണം എന്നുള്ളതിനെ സംബന്ധിച്ച് കൺഫ്യൂഷൻ ബിസിനസ് സ്ഥാപനങ്ങൾക്കിടയ്ക്ക് നിലനിൽക്കുന്നുണ്ട്. എന്നാൽ വ്യക്തമായ സ്റ്റാൻഡേർഡുകൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നതിലൂടെ വ്യത്യസ്ത രീതിയിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ തയ്യാറാക്കുന്നത് ഒഴിവാക്കാൻ സാധിക്കുന്നു. സോ ഫസ്റ്റ്ലി, അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഹെൽപ്സ് ഇൻ എലിമിനേറ്റിംഗ് വേരിയേഷൻസ് ഇൻ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെൻറ്റ് ടു പ്രിപ്പയർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ തയ്യാറാക്കുന്നതിലുള്ള വ്യത്യസ്ത രീതികൾ, അനവധി രീതികൾ ലഭ്യമാണ്. അവയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ തയ്യാറാക്കുമ്പോൾ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെൻറ്റിനെ സംബന്ധിച്ചൊരു യൂണിഫോമിറ്റി കൊണ്ടുവരാൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് സഹായിക്കുന്നുണ്ട്. സെക്കൻഡ്ലി, അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് മേ കോൾ ഫോർ ഡിസ്ക്ലോഷർ ഓഫ് സർട്ടൈൻ ഇൻഫർമേഷൻ which may not be required by law, but such information might be useful to general public, investors and also creditors. അപ്പോൾ വ്യക്തമായ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഡെവലപ്പ് ചെയ്യുന്നതിലൂടെ നിയമത്തിൽ അനുശാസിക്കാത്തതാണെങ്കിലും അല്ലെങ്കിൽ നിയമത്തിൽ പരാമർശിക്കാത്തതാണെങ്കിലും ചില അഡീഷണൽ ഇൻഫർമേഷൻസ് ഡിസ്ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവസരമൊരുക്കുന്നുണ്ട്. അതിലൂടെ പൊതുജനങ്ങൾക്കാണെങ്കിലും നിക്ഷേപകർക്കാണെങ്കിലും ക്രെഡിറ്റേഴ്സിനൊക്കെ ആണെങ്കിലും കൂടുതൽ ഉപകാരപ്രദമായ വിവരങ്ങൾ സ്ഥാപനങ്ങളിൽ നിന്ന് ലഭ്യമാക്കാൻ ഇത് സഹായിക്കുന്നുണ്ട്. സോ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് മേ കോൾ ഫോർ ഡിസ്ക്ലോഷർ ഓഫ് സർട്ടൈൻ ഇൻഫർമേഷൻസ് വിച്ച് മേ നോട്ട് ബി റിക്വയർഡ് ബൈ ലോ. അപ്പോൾ കമ്പനി ലോയിലൊന്നും പ്രിസ്ക്രൈബ് ചെയ്യാത്ത ചില കാര്യങ്ങൾ, ചില അഡീഷണൽ വിവരങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകളിലൂടെ പ്രിസ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ബട്ട് സച്ച് ഇൻഫർമേഷൻ മൈറ്റ് ബി യൂസ്ഫുൾ ഫോർ ദ ജനറൽ പബ്ലിക്, ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ഓൾസോ ക്രെഡിറ്റേഴ്സ്. അപ്പോൾ അങ്ങനെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന തീരുമാനങ്ങൾ എടുക്കുന്നതിന് ഇത്തരം അഡീഷണൽ ഇൻഫർമേഷൻ ആവശ്യമുള്ളവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ അതിലൂടെ കഴിയുന്നുണ്ട്. ആൻഡ് തേർഡ്ലി, അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഫെസിലിറ്റേറ്റ്സ് കമ്പയറബിലിറ്റി ബിറ്റ്വീൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് ഇൻ്റർ ആൻഡ് ഇൻട്രാ കമ്പനീസ്. കമ്പാരിസനെ കുറിച്ച് നമ്മൾ പഠിക്കുകയുണ്ടായി. ഇൻ്റർ ഫേം കമ്പാരിസണും ഇൻട്രാ ഫേം കമ്പാരിസണും. വിവിധ സ്ഥാപനങ്ങളുടെ കണക്കുകൾ തമ്മിൽ പരസ്പരം കമ്പയർ ചെയ്യാനുള്ളതാണ് അവിടെ ഇൻ്റർ കമ്പനി കമ്പാരിസൺ അല്ലെങ്കിൽ ഇൻ്റർ ഫേം കമ്പാരിസൺ എന്ന് പറയുക. എന്നാൽ ഇൻ്റർ പീരീഡ് കമ്പാരിസൺ സാധ്യമാണ്. ഒരു സ്ഥാപനത്തിന് തന്നെ വിവിധ കാലയളവിലെ കണക്കുകൾ തമ്മിൽ കമ്പയർ ചെയ്യാം. അതാണ് ഇൻട്രാ ഫേം കമ്പാരിസൺ എന്ന് പറയുക. അപ്പോൾ ഇത്തരത്തിലുള്ള അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിലൂടെ കമ്പയറബിലിറ്റി എന്നുള്ള ഗുണം കിട്ടുന്നു. എല്ലാ സ്ഥാപനങ്ങളും ഒരേ രൂപത്തിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ തയ്യാറാക്കുന്നതിലൂടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ഇൻ്റർ ഫേം കമ്പാരിസണും ഇൻട്രാ ഫേം കമ്പാരിസണും സാധ്യമാകുന്നു. ദീസ് ഓൾ ആർ ദ ബെനഫിറ്റ്സ് ഓഫ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. ബട്ട് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഓൾസോ സഫേഴ്സ് ഫ്രം സർട്ടൻ ലിമിറ്റേഷൻസ്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിനും ചില പരിമിതികളുണ്ട്. നമ്മൾ കാണുകയുണ്ടായി, പൊതുവായിട്ടുള്ള അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസിൻ്റെ പരിമിതികളാണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് പ്രാബല്യത്തിൽ വരാൻ കാരണമാക്കിയത്. എന്നാൽ ഈ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിനും അതിൻ്റേതായ ചില പരിമിതികളുണ്ട്. വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്? ഫസ്റ്റ്ലി, accounting standards make choice between different alternative accounting treatments which may be difficult to apply. അവിടെ ഡിഫറെൻ്റ് ഓൾട്ടർനേറ്റീവ് ഓഫ് അക്കൗണ്ടിംഗ് ട്രീറ്റ്മെൻറ്റ് ലഭ്യമാണ്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡും വ്യത്യസ്ത രീതികൾ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. സ്ഥാപനങ്ങൾക്ക് ഓൾട്ടർനേറ്റീവ് അക്കൗണ്ടിംഗ് ട്രീറ്റ്മെൻറ്റ് ഉപയോഗിക്കാമെന്നുള്ള പ്രൊവിഷൻസ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിലും അനുശാസിക്കുന്നുണ്ട്. അപ്പോൾ അത് പലപ്പോഴും ആ യൂണിഫോമിറ്റി എന്നുള്ള ആ ഒരു ഗുണത്തെ തകർക്കാൻ കാരണമാകുന്നുണ്ട്. സോ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് മേക്സ് ചോയ്സ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ഓൾട്ടർനേറ്റീവ് അക്കൗണ്ടിംഗ് ട്രീറ്റ്മെൻറ്റ്സ്
അപ്പോൾ അത് പലപ്പോഴും എന്താണ് ആപ്ലിക്കേഷൻ ലെവലിൽ ഡിഫിക്കൽട്ടി ഉണ്ടാക്കുന്നുണ്ട്. ആൻഡ് സെക്കൻഡ്ലി ഇറ്റ് ഈസ് റിജിഡലി ഫോളോവ്ഡ് ആൻഡ് ഫെയിൽസ് ടു എക്സ്റ്റെൻഡ് ഫ്ലെക്സിബിലിറ്റി ഇൻ അപ്ലൈയിങ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ ഓരോ സ്ഥാപനത്തിനെയും വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്താൻ കഴിയുന്നില്ല എന്നുള്ളൊരു പോരായ്മയുണ്ട്. കാരണം അവ സ്ട്രിക്റ്റ് റൂൾസാണ്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് റിജിഡലി ഫോളോ ചെയ്യേണ്ടവയാണ്, മാറ്റങ്ങൾ വരുത്താതെ അതേപടി ഉപയോഗിക്കേണ്ടവയാണ്. സോ ഇറ്റ് ഫെയിൽസ് ടു എക്സ്റ്റെൻഡ് ഫ്ലെക്സിബിലിറ്റി. അവിടെ ഫ്ലെക്സിബിലിറ്റി എന്നുള്ള സ്ഥാപനത്തിൻ്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച്, സ്ഥാപനത്തിൻ്റെ പ്രത്യേകതകളനുസരിച്ച് മാറ്റം വരുത്താൻ കഴിയുന്നില്ല എന്നുള്ളൊരു പോരായ്മയുണ്ട്. ആൻഡ് തേർഡില്, അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് cannot override the statute. നിയമവിധേയമായിട്ട് മാത്രമേ, അല്ലെങ്കിൽ നിലനിൽക്കുന്ന നിയമങ്ങൾക്കനുസരിച്ച് മാത്രമേ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ദ സ്റ്റാൻഡേർഡ്സ് ആർ റിക്വയർഡ് ടു ബി ഫ്രെയിംഡ് വിതിൻ ദ ആംബിറ്റ് ഓഫ് പ്രിവൈലിംഗ് സ്റ്റാറ്റ്യൂട്ട്സ്. അപ്പോൾ നിലനിൽക്കുന്ന നിയമത്തിന് വിധേയമായിക്കൊണ്ട് മാത്രമേ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകൾ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ ദീസ് ഓൾ ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. കാരണം അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സും ചോയ്സ്, അക്കൗണ്ടിംഗ് ട്രീറ്റ്മെൻറ്റിനെ സംബന്ധിച്ച ചോയ്സ് ലഭ്യമാക്കുന്നുണ്ട്. അത് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, യൂണിഫോമിറ്റിയെ തടസ്സപ്പെടുത്തുന്നുണ്ട്. സെക്കൻഡ്ലി, അവിടെ മാറ്റങ്ങൾ വരുത്താൻ കഴിയുന്നില്ല എന്നുള്ളൊരു പ്രശ്നം. സ്ഥാപനത്തിൻ്റെ പ്രത്യേകതകൾക്കനുസരിച്ച് വേണ്ട മാറ്റങ്ങൾ വരുത്താൻ കഴിയുന്നവയല്ല അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ ഫ്ലെക്സിബിലിറ്റി തീരെയില്ല, റിജിഡ്ലി ഫോളോ ചെയ്യേണ്ടവയാണവ. ദെൻ മൂന്നാമതായി, നിലനിൽക്കുന്ന നിയമങ്ങൾക്ക് വിധേയമായിട്ട് മാത്രമേ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകൾ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നിയമത്തിനെ ഓവർറൈഡ് ചെയ്യാൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഇവിടെ സാധ്യമല്ല. അപ്പോൾ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഡെവലപ്പ് ചെയ്യുന്നതിലും ചില പരിമിതികൾ നമുക്ക് കാണാൻ കഴിയും. ദീസ് ഓൾ ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ ദ ആപ്ലിക്കബിലിറ്റി ഓഫ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. ഏതൊക്കെ സ്ഥാപനങ്ങൾക്ക് ബാധകമാണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്? അല്ലെ, അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ തയ്യാറാക്കേണ്ടത് ഏതെല്ലാം സ്ഥാപനങ്ങളാണ്? പ്യുവർലി ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ഒഴികെയുള്ള എല്ലാത്തരം സ്ഥാപനങ്ങളും അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകൾ ഫോളോ ചെയ്യണമെന്നാണ് അനുശാസിക്കുന്നത്. എക്സെപ്റ്റ് ദ പ്യുവർലി ചാരിറ്റബിൾ ഓർഗനൈസേഷൻസ് വിച്ച് ഡസ് നോട്ട് ഹാവ് എനി കൊമേഴ്സ്യൽ, ഇൻഡസ്ട്രിയൽ ഓർ ബിസിനസ് ആക്ടിവിറ്റി, accounting standards are applicable to sole proprietorship units, partnership firms, societies, trust, Hindu undivided family business, association of persons, cooperative societies and also companies. ഇത്തരം എല്ലാത്തരം സ്ഥാപനങ്ങൾക്കും ബാധകമായിട്ടുള്ള, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുമ്പോൾ ഇത്തരം എല്ലാ സ്ഥാപനങ്ങളിലും ഫോളോ ചെയ്യേണ്ടതാണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകൾ. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് യൂണിറ്റ്, ഏകാംഗ വ്യാപാര സ്ഥാപനങ്ങൾ, പാർട്ട്ണർഷിപ്പ് ഫേമുകൾ, പങ്കാളിത്ത സ്ഥാപനങ്ങൾ, സൊസൈറ്റികൾ, ട്രസ്റ്റുകൾ, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, ഹിന്ദു കൂട്ടുകുടുംബങ്ങൾ, അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്, വ്യക്തികൾ ചേർന്നുണ്ടാക്കുന്ന സംഘടനകൾ, കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്, സഹകരണ സ്ഥാപനങ്ങൾ, കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷൻസ്, ഇവർക്കെല്ലാം ബാധകമാണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകൾ. Then next we shall discuss about IFRS, International Financial Reporting Standards. അപ്പോൾ നമ്മൾ കാണുകയുണ്ടായി, ഓരോ രാജ്യത്തും അവിടുത്തെ പരമോന്നത അക്കൗണ്ടിംഗ് സമിതി ആ രാജ്യത്തിലെ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകൾ തീരുമാനിക്കുന്നുണ്ട്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകൾ ഡെവലപ്പ് ചെയ്തിട്ട് അവ പ്രാവർത്തികമാക്കുന്നുണ്ട്. എന്നാൽ നമുക്കറിയാം, ഇന്ന് ഗ്ലോബലൈസേഷൻ്റെ കാലഘട്ടമാണ്. ആ ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായി ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയിലേക്ക് ഒരുപാട് വിദേശ കമ്പനികൾ ബിസിനസ് രംഗത്തേക്ക് വന്നു. ഒരുപാട് ഇന്ത്യൻ കമ്പനികൾ വിദേശ രാജ്യങ്ങളിലേക്ക് കൂടി ബിസിനസ് വ്യാപിപ്പിച്ചു. അപ്പോൾ ഒരേ ബിസിനസ് സ്ഥാപനത്തിന് തന്നെ അനവധി രാജ്യങ്ങളിൽ പ്രവർത്തന മേഖലകൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അവരുടെ ബ്രാഞ്ചുകൾ, അല്ലെങ്കിൽ അവരുടെ ബിസിനസ് വ്യാപിപ്പിക്കുന്നു. അപ്പോൾ വിവിധ രാജ്യങ്ങളിൽ വ്യത്യസ്ത അക്കൗണ്ടിംഗ് രീതികൾ നിലവിൽ വന്നാൽ അവിടെ ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിന് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ തയ്യാറാക്കുന്നതിൽ പ്രായോഗികമായിട്ട് ഒത്തിരി വിഷമങ്ങളുണ്ടാവും.
അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഗ്ലോബൽ സ്റ്റാൻഡേർഡുകൾ ലോകം ഒട്ടാകെ ബാധകമായിട്ടുള്ള അല്ലെങ്കിൽ ലോകത്തെ വിവിധ രാജ്യങ്ങളിലേക്ക് ബാധകമായിട്ടുള്ള അല്ലെങ്കിൽ പൊതുവിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ലോകം മുഴുവൻ അംഗീകരിച്ചിരിക്കുന്ന ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡുകൾ അല്ലെങ്കിൽ ഗ്ലോബൽ സ്റ്റാൻഡേർഡുകൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. അവയാണെന്ന് പറയുക IFRS എന്ന് പറയുന്നത്, ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. We know the global economic scenario changed with the emergence of globalization, liberalization and privatization. അപ്പോൾ ആഗോളവൽക്കരണത്തിൻ്റെയും ഉദാരവൽക്കരണത്തിൻ്റെയും സ്വകാര്യവൽക്കരണത്തിൻ്റെയും ഒക്കെ ഭാഗമായിട്ട് ഗ്ലോബൽ മാർക്കറ്റ് എമർജ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ ലോകവ്യാപകമായിട്ട് ബിസിനസ് മേഖലയിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദിസ് നെസസിറ്റേറ്റ്സ് ഗ്ലോബൽ കൺവേർജൻസ് ഓഫ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഫോർ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. അപ്പോൾ ആ ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായി അല്ലെങ്കിൽ വിവിധ രാജ്യങ്ങളിൽ ബിസിനസ് സ്ഥാപനങ്ങളുള്ളവരെ സംബന്ധിച്ച് വ്യത്യസ്ത രീതികൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുക എന്ന് പറയുന്ന പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവിടെ ഒരു ഗ്ലോബൽ കൺവേർജൻസ്, അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകളുടെ ഒരു ഗ്ലോബൽ കൺവേർജൻസ് ആവശ്യമായിട്ട് വരുന്നു. എല്ലാ രാജ്യത്തും ഒരേപോലെ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകൾ നിലവിൽ വരേണ്ടതിൻ്റെ ആവശ്യകത വന്നു. അല്ലെങ്കിൽ ഒരു ഗ്ലോബലായിട്ടുള്ള ഒരു ഒത്തുചേരൽ, എല്ലായിടത്തും സമാനമായിട്ടുള്ള അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകൾ നിലവിൽ വരേണ്ടതിൻ്റെ ആവശ്യകത. അപ്പോൾ ഗ്ലോബലൈസേഷന്, ലിബറലൈസേഷന്, പ്രൈവറ്റൈസേഷൻ്റെ ഭാഗമായിട്ട് ഒരു ഗ്ലോബൽ ഇക്കണോമി ഉണ്ടാകുകയും അല്ലെങ്കിൽ അവിടെ ഒരു ഗ്ലോബൽ മാർക്കറ്റ് ഉണ്ടാകുകയും അതിലൂടെ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സും ഗ്ലോബലായിട്ട് മാറേണ്ടി വന്നു. അതിൻ്റെ പരിണിത ഫലമായിട്ടാണ് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡുകൾ. ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ അംഗീകരിക്കുന്ന അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകളാണവ. പേര് സൂചിപ്പിക്കുന്ന പോലെ ഇൻ്റർനാഷണലായിട്ട് അംഗീകരിക്കുന്ന, അല്ലെ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ തയ്യാറാക്കുന്നതിന് വേണ്ടി അവലംബിക്കുന്ന പൊതു സ്റ്റാൻഡേർഡുകളെയാണ് IFRS എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇറ്റ്സ് ഒബ്ജക്റ്റീവ് ഈസ് ടു ഫെസിലിറ്റേറ്റ് ഇൻ്റർനാഷണൽ കമ്പാരിസൺ ഫോർ ട്രൂ ആൻഡ് ഫെയർ വാലുവേഷൻ ഓഫ് ബിസിനസ് എൻ്റർപ്രൈസസ്. അപ്പോൾ ഇൻ്റർനാഷണൽ കമ്പാരിസൺ നടത്തണം, അല്ലെ പല രാജ്യത്തുള്ള വിവിധ സ്ഥാപനങ്ങളുടെ അക്കൗണ്ടുകൾ തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റണം. അതൊരു ഗ്ലോബൽ കൺവേർജൻസ് ഓഫ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിലൂടെ സാധിക്കുള്ളൂ. ലോകത്തൊക്കെയും അല്ലെ വിവിധ രാജ്യങ്ങളിലും ഒരേ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകൾ, ഒരേ രീതിയിലുള്ള നിയമങ്ങളും രീതികളും അവലംബിക്കേണ്ടിയിരിക്കുന്നു. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ തയ്യാറാക്കുന്നതിൽ ഒരു യൂണിഫോമിറ്റി കൈവരിക്കേണ്ടിയിരിക്കുന്നു. ഈ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് IFRS നിലവിൽ വന്നത്. സോ ദ ഒബ്ജക്റ്റീവ് ഓഫ് IFRS ഈസ് ടു ഫെസിലിറ്റേറ്റ് ഇൻ്റർനാഷണൽ കമ്പാരിസൺ. എന്തിനു വേണ്ടി? ഫോർ ട്രൂ ആൻഡ് ഫെയർ വാലുവേഷൻ ഓഫ് ബിസിനസ് എൻ്റർപ്രൈസസ്. വാട്ട് ഈസ് ദ നീഡ് ഫോർ IFRS? നമ്മൾ കാണുകയുണ്ടായി IFRSൻ്റെ പ്രസക്തി. IFRSൻ്റെ ആവശ്യകത എന്താണ്? ഒന്നാമതായി, ദ ഇമ്പോർട്ടൻറ്റ് ഇക്കണോമിക് ഡിസിഷൻസ് ആർ മെയ്ഡ് ഓൺ ദ ബേസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. നമുക്കറിയാം, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ അടിസ്ഥാനമാക്കിയാണ് പല തീരുമാനങ്ങളും ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടവർ എടുക്കുന്നത്. ഹെൻസ് IFRS ഹെൽപ്സ് ടു പ്രിവെൻറ്റ് മെറ്റീരിയൽ മാനിപ്പുലേഷൻ ഓർ എറേഴ്സ് ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ ലോകത്ത് എവിടെയുള്ള ആൾക്കാരാണെങ്കിലും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ബിസിനസ് സംബന്ധമായിട്ടുള്ള സാമ്പത്തിക തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത്. അപ്പോൾ IFRS വരുന്നതോടുകൂടിയിട്ട് അവിടെ മാനിപ്പുലേഷൻ, മെറ്റീരിയൽ മാനിപ്പുലേഷൻ ഒഴിവാക്കാൻ സാധിക്കും. ചിലർ ലാഭത്തെ വർദ്ധിപ്പിച്ച് കാണിക്കാൻ വേണ്ടി ആ രാജ്യത്തിലെ പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ട് അക്കൗണ്ടുകൾ കൃത്രിമം കാണിക്കാറുണ്ട്. അത്തരം മെറ്റീരിയൽ മാനിപ്പുലേഷൻസ് അല്ലെങ്കിൽ എറേഴ്സൊക്കെ പരമാവധി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലെ ഇത്തരം തെറ്റുകളും കൃത്രിമങ്ങളും ഒഴിവാക്കുക അല്ലെങ്കിൽ തടയുക എന്നുള്ളത് ഗ്ലോബലായിട്ടുള്ള ഒരു നീഡായിട്ട് മാറി. ഒരു രാജ്യത്തെ നിയമത്തിൻ്റെ പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ട്
അക്കൗണ്ടുകൾ മാനിപ്പുലേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഫ്രോഡുകളും എറേഴ്സും കടന്നുകൂടാനുള്ള ചാൻസുകൾ കൂടുതലാണ്. അത് ഒഴിവാക്കാൻ IFRS സഹായിക്കുന്നുണ്ട്. ആൻഡ് സെക്കൻഡ്ലി, IFRS ഹെൽപ്സ് ഇൻ ഗ്ലോബൽ ഹാർമോണൈസേഷൻ. ലോകത്തെല്ലായിടത്തും ഒരേപോലെ അക്കൗണ്ടുകൾ തയ്യാറാക്കുക, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ ഒരേ രൂപത്തിൽ തയ്യാറാക്കുക. അത്തരത്തിലൊരു ഗ്ലോബൽ ഹാർമോണൈസേഷൻ ഇത് സഹായിക്കുന്നു. Unless accounting activities are regulated, different countries will apply different set of accounting rules and regulations are prevalent in each country. അവിടെ ഡിഫറെൻ്റ് സെറ്റ് ഓഫ് അക്കൗണ്ടിങ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പല രാജ്യങ്ങളിലും നിലനിൽക്കാൻ അത് കാരണമാകും. അപ്പോൾ കൃത്യമായിട്ട് റെഗുലേറ്റ് ചെയ്യപ്പെടുന്നില്ലെങ്കിൽ അവിടെ ഒരു ഗ്ലോബലായിട്ടുള്ള ഒരു നിയന്ത്രണമില്ല എങ്കിൽ ഓരോ രാജ്യത്തും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ തയ്യാറാക്കുന്ന വ്യത്യസ്ത രൂപത്തിലാകും. അപ്പോൾ ഇത്തരത്തിൽ ഒരു സ്റ്റാൻഡേർഡിൻ്റെ വെളിച്ചത്തിൽ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡുകൾ ഉപയോഗപ്പെടുത്തി അക്കൗണ്ടിങ് ആക്ടിവിറ്റീസ് റെഗുലേറ്റ് ചെയ്യേണ്ടത് അനിവാര്യമാണ്. അപ്പോൾ വിവിധ രാജ്യങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരു പൊതുവായിട്ടുള്ള മാനദണ്ഡങ്ങൾ കൊണ്ടുവന്നില്ലെങ്കിൽ അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് കൊണ്ടുവന്നില്ലെങ്കിൽ അവിടെ ആ രാജ്യത്തെ നിയമം മാത്രം അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ലോകവ്യാപകമായിട്ടുള്ള ഒരു യൂണിഫോമിറ്റിക്ക് തടസ്സം നിൽക്കാറുണ്ട്. അപ്പോൾ ഗ്ലോബൽ ഹാർമോണൈസേഷന് സഹായിക്കുന്നു എന്നുള്ളതാണ് IFRSൻ്റെ ഒരു മേന്മ. ലോകത്തെ എല്ലായിടത്തും ഒരേ രൂപത്തിൽ കണക്കുകൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അത് അവസരം നൽകുന്നു. ആൻഡ് ഫൈനലി, തേർഡ്ലി സ്പീക്കിംഗ്, ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇന്ന് നമുക്കറിയാം, സ്ഥാപനങ്ങൾ അവർക്ക് വേണ്ട മൂലധനം സ്വരൂപിക്കുന്നത് നാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റിൽ നിന്ന് മാത്രമല്ല, വിദേശ രാജ്യങ്ങളിൽ നിന്നും മൂലധന സ്വരൂപണം സാധ്യമാണ്. നമുക്കറിയാം, ഇന്ത്യ അടക്കം ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ അനുവദിച്ചു കഴിഞ്ഞു. വിദേശ കമ്പനികൾക്കും വിദേശ വ്യക്തികൾക്കും ഇന്ത്യൻ കമ്പനികളിൽ മൂലധന നിക്ഷേപം നടത്താം. ഇന്ത്യൻ കമ്പനികൾക്ക് വിദേശ മാർക്കറ്റിൽ നിന്നും ഓഹരി മൂലധനം സ്വരൂപിക്കാൻ കഴിയും. അപ്പോൾ അത്തരമൊരു ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ് സാധ്യമാകണമെങ്കിൽ, വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇന്ത്യയിലേക്ക് നിക്ഷേപം വരണമെങ്കിൽ ഇന്ത്യൻ സ്ഥാപനങ്ങളുടെ കണക്കുകൾ തയ്യാറാക്കുന്നത് ഒരു ഗ്ലോബൽ സ്റ്റാൻഡേർഡിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം. ഇന്ത്യയിലെ മാത്രം നിയമങ്ങൾക്കും ഇന്ത്യയിലെ മാത്രം സ്റ്റാൻഡേർഡുകൾക്കും വിധേയമായിട്ട് കണക്കുകൾ തയ്യാറാക്കിയാൽ പലപ്പോഴും എന്താണ്, അത് വിദേശ നിക്ഷേപകർക്ക് അക്സെപ്റ്റബിൾ ആവണമെന്നില്ല. സോ ദ കൺവേർജൻസ് ഓഫ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ആൻഡ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് കോൺട്രിബ്യൂട്ട് ടു ഫ്രീ ഫ്ലോ ഓഫ് ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഗ്ലോബലായിട്ടുള്ള സ്റ്റാൻഡേർഡ്സിനെ ബേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ IFRSനെ ബേസ് ചെയ്തുകൊണ്ട് കണക്കുകൾ തയ്യാറാക്കുമ്പോൾ വിദേശ നിക്ഷേപം ഇന്ത്യൻ കമ്പനികളിലേക്ക് വരാൻ അല്ലെങ്കിൽ വിദേശ മൂലധന സ്വരൂപിക്കുന്നതിന് അത് ഇടയാക്കുന്നുണ്ട്. അപ്പോൾ IFRS എന്തുകൊണ്ടും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നതിന് അനുവർത്തിക്കുന്നത് കൂടുതൽ പ്രയോജനപ്രദമാണ്. So that about the need for IFRS. Then next about IND AS, Indian Accounting Standards. തുടക്കത്തിൽ നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകളെ കുറിച്ച് കണ്ടു, AS അല്ലെങ്കിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകളെ കുറിച്ച്. എന്നാൽ ആ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ നമുക്കറിയാം ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായി IFRSലേക്ക് മാറേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഗ്ലോബൽ സ്റ്റാൻഡേർഡുകളിലേക്ക് മാറേണ്ടതുണ്ട്. ലോകം മുഴുവൻ അംഗീകരിച്ചിരിക്കുന്ന ഗ്ലോബൽ സ്റ്റാൻഡേർഡുകളാണ് IFRS നമ്മൾ കണ്ടു. അപ്പോൾ ആ IFRSനനുസരിച്ച് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകളും എന്താണ്, പരിഷ്കരിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ പരിഷ്കരിച്ചിട്ടുണ്ട്. അവയാണ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ IND AS എന്ന് പറയുന്നത്. അപ്പോൾ പഴയ കാലത്തുണ്ടായിരുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെ ഗ്ലോബലായിട്ട് കൺവേർജ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവിടെ IFRSുമായിട്ട് കൺവേർജ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഒരുമിച്ചാക്കിക്കൊണ്ട് തയ്യാറാക്കിയ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകളെയാണ് IND AS എന്ന് പറയുന്നത്. 1916-17 കാലഘട്ടങ്ങളിലാണ് IND AS
ഇന്ത്യയിൽ നടപ്പിലാക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇൻഡ് ഐ എസ് എന്ന് പറയുന്നത് പഴയ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, പണ്ടുണ്ടായിരുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് AS അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, അവയെ ഗ്ലോബലായിട്ട് അല്ലെങ്കിൽ IFRSുമായിട്ട് കൺവേർജ് ചെയ്തുകൊണ്ട് തയ്യാറാക്കിയിട്ടുള്ളതാണ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. അതായത് IFRS അതേപടി നമ്മൾ നടപ്പിലാക്കുകയല്ല ചെയ്തത്, അതിനു പകരം എക്സിസ്റ്റിംഗ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെ നമ്മൾ IFRSുമായിട്ട് കൺവേർജ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കൂട്ടിച്ചേർത്തുകൊണ്ട് അല്ലെങ്കിൽ അതിന് സമാനമാക്കിക്കൊണ്ട് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആയിട്ട് അല്ലെങ്കിൽ ഇൻഡ് AS ആയിട്ട് മാറ്റുകയാണ് ചെയ്തത്. അപ്പോൾ എന്താണ് ഇൻഡ് AS? ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് അതിൻ്റെ അബ്രീവിയേഷനാണ് ഇൻഡ് AS. ഈസ് ദ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അഡോപ്റ്റഡ് ബൈ കമ്പനീസ് ഇൻ ഇന്ത്യ ആസ് കൺവേർജ്ഡ് ടു ദ IFRS. അപ്പോൾ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെ IFRSനനുസരിച്ച് കൺവേർജ് ചെയ്തതാണ് അല്ലെങ്കിൽ അതുമായിട്ട് കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അതിനനുസരണമായിട്ട് മാറ്റിയിട്ടുള്ളതാണ് ഇൻഡ് AS എന്ന് പറയുന്നത്. ആദ്യകാലത്ത് ഡെവലപ്പ് ചെയ്ത അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകളെ IFRSന് അനുസരണമായിട്ട് മാറ്റം വരുത്തിയതാണ് ഇൻഡ് AS എന്ന് പറയുന്നത്. To uniform accounting policies and procedures, almost all countries have agreed to apply IFRS. അപ്പോൾ ലോകവ്യാപകമായിട്ട് ഒരേ രൂപത്തിലുള്ള അക്കൗണ്ടിങ് രീതികൾ, അക്കൗണ്ടിങ് നയങ്ങൾ നടപ്പിലാക്കണമെന്നുള്ളത് കൊണ്ടാണ് പല രാജ്യങ്ങളും IFRS അപ്ലൈ ചെയ്യാൻ തുടങ്ങിയത്. ബട്ട് ഇൻ ഇന്ത്യ IFRS ഹാസ് ബീൻ കൺവേർജ്ഡ് ആസ് ഇൻഡ് AS. അപ്പോൾ ഇന്ത്യയിൽ നമ്മൾ IFRSനെ അതേപടി നടപ്പിലാക്കുകയല്ല ചെയ്തത്, അതിനെ ഇൻഡ് ASലേക്ക് കൺവേർജ് ചെയ്തില്ലെങ്കിൽ IFRSനെ നമ്മുടെ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സുമായിട്ട് സംയോജിപ്പിച്ചുകൊണ്ട് ഇൻഡ് AS ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്തത്. The Ind AS are named and numbered in the same way as International Financial Reporting Standards. അപ്പോൾ IFRSൻ്റെ അതേ പേരിലും അതേ നമ്പറിലുമാണ് ഇപ്പോൾ നമ്മൾ എന്താണ് Ind AS ഡിസൈൻ ചെയ്തിരിക്കുന്നത്. Ind AS ഈസ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നോട്ടിഫൈഡ് ബൈ ദ മിനിസ്ട്രി ഓഫ് കോഓപ്പറേറ്റീവ് അഫയേഴ്സ് ആൻഡ് ഹാസ് വൈഡ് റേഞ്ച് ഓഫ് കൺവേർജൻസ് ആസ് കമ്പയർഡ് ടു എക്സിസ്റ്റിംഗ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ നിലവിലുണ്ടായിരുന്ന പഴയ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് അവയെ ഗ്ലോബലായിട്ട് ഉള്ള IFRSുമായിട്ട് കൺവേർജ് ചെയ്തുകൊണ്ടാണ് ഇൻഡ് AS ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. സോ ഇൻഡ് AS ഈസ് ദ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നോട്ടിഫൈഡ് ബൈ ദ മിനിസ്ട്രി ഓഫ് കോഓപ്പറേറ്റീവ് അഫയേഴ്സ്. നമുക്കറിയാം 2013 പുതിയ കമ്പനീസ് ആക്ടിന് വെളിച്ചത്തിലാണ് ഇൻഡ് AS വരുന്നത്. And has wide range of convergence as compared to existing accounting standards. Ind AS is applicable for standard setting activity with effect from April 1, 2020. 2020 ഏപ്രിൽ 1 മുതൽ എല്ലാ സ്ഥാപനങ്ങൾക്കും പ്രാവർത്തികമാക്കണമെന്നുള്ള രീതിയിലാണ് Ind AS നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സുകളെ കുറിച്ചാണ് വിശദമായിട്ട് ചർച്ച ചെയ്തത്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകളുടെ അനിവാര്യത എന്താണ്, ഇന്ത്യയിൽ ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സുകളെ കുറിച്ച് ASനെ കുറിച്ച് നമ്മൾ കണ്ടു. അതിനുശേഷം ഗ്ലോബൽ സ്റ്റാൻഡേർഡുകളിലേക്ക് നമ്മൾ IFRSനെ കുറിച്ച് കണ്ടു. ഇനി IFRSനെ ഇന്ത്യൻ സ്റ്റാൻഡേർഡുമായിട്ട് കൺവേർജ് ചെയ്തുകൊണ്ട് ഇൻഡ് ASകൾ നിലവിൽ വന്നതിനെക്കുറിച്ച് കണ്ടു. അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്നുള്ള ഏരിയ നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. ഈ ഒരു ചാപ്റ്ററിൽ തുടർന്ന് നമ്മൾ GSTയെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. പുതിയ നികുതി സമ്പ്രദായമായിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് GSTയെക്കുറിച്ചാണ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അടുത്തൊരു ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവർക്കും വിട. താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.